ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരും. നിന്നെ ഒരിക്കലും പേരെന്തുവാ? മോന്റെ പേരെന്തുവാ? വേണ്ട വേണ്ട. അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ? എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പം ഞാന് 40 വർഷമായി. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയല്ലോ. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനമുള്ള അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ, എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല, അവനൊരു കാര്യം പറയടാ മോനെ. എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറില്ലേ? എടാ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ്. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ കുഴപ്പമില്ല. ഇതിനെയും അതിന്റെ രസത്തിൽ തന്നെ എടുത്താൽ മതി. കുഴപ്പമില്ല, ചോദിച്ചോ. നിന്നോട് എനിക്ക് ഉത്തരം പറയാനില്ല. ആൾക്കാർ പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ്. നിർത്തടാ, ഞങ്ങൾ പറയല്ലേ നിർത്തടാ. നിങ്ങൾക്ക് കുറെ പ്രാവശ്യം പുറത്താക്കുന്നല്ല, മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം. ക്വസ്റ്റ്യൻസ് വരുന്നു. പ്ലീസ് പ്ലീസ്. റൂം എടുത്ത് വരുന്ന ഞാൻ റിയൽ ലൈഫിൽ നടന്ന സംഭവം, അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ? ആ ക്യാരക്ടർ തന്നെയാണോ സിനിമാറ്റിക്